ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂ സൈനിങ് ബ്രസീലിയൻ വിങ്ങർ തിയാഗോ ആൽവസ് കുറിച്ചാണ്. പലരും ഇതിനകം തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം നോഹയുടെ പുതിയ പതിപ്പാണ്, നോവ വേർഷൻ 2.0. തിയാഗോയുടെ ഗെയിം സ്റ്റൈൽ നോയുടെ പോലെയാണെങ്കിലും സെൽഫിഷ് പ്ലേ ഇല്ല. തിയാഗോ വെരി സ്പീഡി വിങ്ങർ ആണ്. കൗണ്ടർ അറ്റാക്ക് ഗെയിമിന് പറ്റിയ പ്ലേ ആണ്. തിയാഗോയെ പിടിക്കാൻ ഓപ്പോസിറ്റ് ഡിഫൻഡേഴ്സ് ശരിക്കും വെള്ളം കുടിക്കും. ഡ്രിബ്ലിംഗിൽ തിയാഗോയ്ക്ക് അസാധാരണമായ മികവുണ്ട്. ടൈറ്റ് സ്പേസിലും വെങ്ങിലും ബോക്സിലും എല്ലായിടത്തും പന്ത് കൊണ്ട് മാജിക് സൃഷ്ടിക്കും. ഒരു 1 vs 1 സിറ്റുവേഷനിൽ തിയാഗോനെ പിടിക്കാനാവില്ല. തിയാഗോയുടെ ക്രിയേറ്റിവിറ്റി കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നൽകുന്ന പാസ്, ത്രൂ ബോൾ, കട്ട്ബാക്ക് എല്ലാം ഗോളിലേക്കുള്ള ഡയറക്റ്റ് ഇൻവിറ്റേഷൻ ആണ്. തിയാഗോ ഒരു പ്രസിംഗ് മോൺസ്റ്റർ ആണ്. മുന്നിലും പിന്നിലും എവിടെയും പന്ത് പിടിക്കാൻ അദ്ദേഹത്തിന്റെ എനർജി തീയാണ്. മാത്രമല്ല ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫൻസിന് സഹായിക്കും. എതിരാളി കൗണ്ടർ അറ്റാക്ക് തുടങ്ങുമ്പോൾ തിയാഗോ ഓൾറെഡി ബാക്കിൽ എത്തിക്കാണും. ഫിനിഷിംഗിൽ വിവിധ രീതികളിൽ ഗോളുകൾ നേടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ചിപ്പുകൾ, കർളുകൾ, ശക്തമായ ഷോട്ടുകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട്. ഇൻസൈഡ് ബോക്സിലും ജസ്റ്റ് ഔട്ട്സൈഡ് ബോക്സിലും തിയാഗോ ഒരു ഗോൾ ത്രെറ്റ് ആണ്. കാരിയയിൽ ധാരാളം അക്രോബാറ്റിക് സ്റ്റൈൽ ഫിനിഷിംഗ് ഉണ്ട്. അതോടൊപ്പം സെറ്റ് പീസുകളിൽ ശരാശരി നിലവാരവുമുണ്ട്. തിയാഗോ ഒരു നല്ല ടീം പ്ലെയർ ആണ്. ടീമിന് വേണ്ടി ഡർട്ടി വർക്ക് ചെയ്യും. ഏരിയൽ അബിലിറ്റി കുറവാണ്. തിയാഗോയുടെ സ്റ്റൈലിഷ് കളിയുടെ കാരണത്താൽ എളുപ്പം തന്നെ തിയാഗോ ആരാധകരുടെ പ്രിയ താരമായി മാറാൻ സാധ്യതയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒരുങ്ങൂ, ആൽവസ് കാലം തുടങ്ങുകയാണ്.